ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞ നല്ലതുപോലെ കുളിപ്പിക്കും, നല്ല സുഗന്ധം തേച്ച വെള്ളത്തിന്റെ അകത്ത് കുളിപ്പിച്ചു, നല്ല വസ്ത്രം ധരിപ്പിച്ചു, പുതിയാപ്പളയെ പോലെ കുഴി കൊണ്ടുപോയി കബറടക്കും. പക്ഷേ നാളെ എഴുന്നേറ്റ് വരുമ്പോ ഈ സദസ്സിലിരിക്കുന്ന നമ്മളെല്ലാവരും നാളെ അള്ളാന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു വിഭാഗത്തെ ഇങ്ങനെ കൊണ്ടുവരും. നല്ല താടിയും തഴമ്പും എല്ലാം കാണും. അവർക്ക് ഹജ്ജ് ചെയ്തവർ കാണാം, ഉംറ ചെയ്തവർ കാണാം, നിസ്കരിക്കുന്നവർ കാണാം. ഒരു വിഭാഗത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നാട്ടുകാരവിടെ നിൽക്കുന്നവർ മുഴുവനും മൂക്ക് പൊത്തിക്കിട്ട് മുഖം തിരിച്ചു വെച്ചിട്ട് ചോദിക്കുക, ഈ നശിച്ചവനാരാ, ഈ വൃത്തികെട്ടവനാരാ, ഈ ദുർഗന്ധം ഭമിക്കുന്ന രീതിയിൽ വരുന്ന ഇവൻ എന്തു പാപമാ ചെയ്തേ എന്ന് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിന്നിരായി വരുന്ന ചില വിഭാഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ വിഭാഗത്തിനെ തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു ആ വിഭാഗത്തിനെ തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ ആമീൻ പറയാൻ ഒരു മടി. നീ വിചാരിക്കുന്നു ഉസ്താദെ കള്ളുകുടിയന്മാരായിരിക്കും. നമ്മളങ്ങനാണല്ലോ, നമ്മളൊക്കെ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ നാളെ പുഴുത്തു നാറി വൃത്തികെട്ടവനെ പോലെ നാണം കെട്ട് പരലോകത്ത് വരുന്നവൻ കള്ളുകുടിയനായിരിക്കും, വ്യഭിചാരിയായിരിക്കും, പലിശ തിന്നുന്നവനായിരിക്കും, ശിർക്ക് ചെയ്തവനായിരിക്കും, നിസ്കരിക്കാത്തവനായിരിക്കും. നമ്മളിങ്ങനെയൊക്കെയാ കരുതിയിരിക്കണേ. നമ്മളൊക്കെ വലിയ മഹാന്മാര്, അവര് മാത്രം അങ്ങനല്ല. എന്നാ ഇവരാരുമല്ല. എടാ, കള്ളുകുടിയനോ പെണ്ണുപിടിയനോ പലിശ തിന്നുന്നവനോ ഇവന്മാരാരുമല്ല. നമ്മളെ പോലെ ഈ കൂട്ടത്തിൽ ചിലരുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ള കാക്കുമാറാകട്ടെ. നിസ്കാരത്തഴമ്പ് 2 എണ്ണം കാണും നെറ്റിയിൽ, നല്ല തഴമ്പുണ്ട്, ഇത്രയും താടിയുടെ നീളം കാണും. ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ മെഷീൻ കയറ്റി വെച്ചിട്ട് ലായില ഇങ്ങനെ അടിച്ചുണ്ടാക്കുന്ന ആളായിരിക്കും. ഫർദയും ഹിജാബും കയ്യുറ വരെ ഇട്ടുകൊണ്ട് നടക്കുന്ന താത്താമാരായിരിക്കും. നമ്മുടെ കൂട്ടത്തിൽ ഈ സദസ്സിലിരിക്കുന്ന ചിലര് നാളെ നാണം കെട്ട് റബ്ബിന്റെ കോടതിയിൽ വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതിനെയാ നീ ഭയപ്പെടണ്ടേ. എടാ, നീ പെണ്ണ് പിടിച്ച, നീ കള്ളു കുടിച്ച, നീ മോഷണം നടത്തിയ നിന്റെ നാട്ടുകാരും കുടുംബക്കാരും എത്ര ദിവസം പറയും? 5 ദിവസം പറയും. അത് കഴിഞ്ഞാൽ അടുത്തവനെ പിടിക്കും. അതങ്ങനെ പത്രത്തിന്റെ ഫ്രണ്ട് പേജ് പോലെ, ഒന്ന് കിട്ടുമ്പോ അടുത്തെന്ന്. നമ്മളെന്നാ ഭയപ്പെടുന്നത് ഇവരെയാ. നമ്മൾ ഭയപ്പെടുന്നത് നാട്ടുകാരെ, സമൂഹത്തെ. പക്ഷെ നാളെ പരലോകത്ത് നാറുന്നതിനെ കുറിച്ച് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആണെങ്കിൽ ആകെ പറഞ്ഞ എത്ര പേര് പറയും? ഇവിടെ പറഞ്ഞ കേവലം കുറച്ച് ആൾക്കാർ പറയും. എന്നാൽ ആദൻ നബി മുതൽ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാർ, അവരുടെ സമുദായങ്ങളെന്ന് ആലോചിക്കുക.